നമസ്കാരം, എൻ്റെ പേര് നൈസി കുര്യാക്കോസ്. ഞാൻ സീനിയർ ഓക്യുപേഷൻ തെറപ്പിസ്റ്റായി ഹീലിയസ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്നു. എന്താണ് ഓക്യുപേഷൻ തെറപ്പി? പലരിലും വരുന്ന ഒരു സംശയമാണ് ഓക്യുപേഷൻ തെറപ്പി എന്നാൽ എന്താണ്. ഈ വീഡിയോയിലൂടെ ഓക്യുപേഷൻ തെറപ്പിയെ കുറിച്ചും അതിലൂടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ എന്താണ് ഒരു ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫായ വിവരണമാണ് ഞാൻ നിങ്ങളിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാനസികമായും ശാരീരികമായും വൈകാരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒട്ടനവധി കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെ സമൂഹത്തിലും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലും മുൻനിരയിൽ കൊണ്ടുവരിക എന്നതാണ് ഒരു ഓക്യുപേഷൻ തെറപ്പിസ്റ്റിന്റെ കർത്തവ്യം. ഓക്യുപേഷൻ എന്നാൽ എന്താണ്? പ്രധാനമായും കുഞ്ഞുങ്ങളിലെ ഓക്യുപേഷൻ എന്നാൽ എന്താണ് എന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന വിഷയം. നമ്മൾ ആദ്യമായി നോക്കുന്നത് കുഞ്ഞുങ്ങളിൽ അവർ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ അവർ ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ, അതെല്ലാം അവരുടെ ഓക്യുപേഷനിൽ പെടുന്നതാണ്. എന്തെല്ലാം? അവർ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത്, കുളിക്കുന്നത്, ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത്, ടോയ്ലറ്റിൽ പോകുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഇതെല്ലാം അവരുടെ ഓക്യുപേഷനിൽ പെടുന്നതാണ്. ഇതിലെല്ലാം ഓരോ പ്രായത്തിനനുസരിച്ചും അവരിൽ മെച്യൂരിറ്റി കൊണ്ടുവരേണ്ടതാണ്. അവർ ചെയ്യുന്ന ഓരോ കടമകളിലും അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനനുസരിച്ച് അവർ ഇൻഡിപെൻഡന്റ് ആകേണ്ടത് അനിവാര്യമാണ്. ഈ പറഞ്ഞ ദൈനംദിന ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു ഓക്യുപേഷൻ തെറപ്പിസ്റ്റിന് നിങ്ങളെ സഹായിക്കാനാകും. ഒരു 3 മാസം പ്രായമുള്ള കുഞ്ഞും 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞും കളിക്കുന്ന കളിയിൽ വളരെ അന്തരമുണ്ട്. ആ അന്തരം അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനനുസരിച്ച് വരുന്നതാണ്. ഓരോ കുഞ്ഞും കളിക്കുന്ന കളിയിൽ ഓരോ വയസ്സിനനുസരിച്ച് മാറ്റങ്ങൾ കാണിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഓരോ കുഞ്ഞിനും ആ ഒരു ഡെവലപ്മെന്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഓക്യുപേഷൻ തെറപ്പിസ്റ്റിന് പ്ലേ തെറാപ്പിയിലൂടെ അവരെ കറക്റ്റ് മെച്യൂരിറ്റി വരുത്തുവാൻ സഹായിക്കുവാൻ സാധിക്കും. മൂന്നാമതായി കുഞ്ഞുങ്ങളിലെ ഓക്യുപേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ സ്കൂളിംഗ് ആണ്. ഒരു കുഞ്ഞ് സ്കൂളിലോട്ട് പോകുമ്പോൾ അവർ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ: അവർ മറ്റുള്ള കുഞ്ഞുങ്ങളുമായി ഇന്ററാക്ട് ചെയ്യുന്നത്, അവരുമായി അവരുടെ സാധനങ്ങൾ ഷെയർ ചെയ്യുന്നത്, ടീച്ചേഴ്സുമായി ഇന്ററാക്ട് ചെയ്യുന്നത്, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുന്നത്, അത് കറക്റ്റായി ടീച്ചർ എഴുതുന്ന കാര്യങ്ങൾ ബോർഡിൽ എഴുതുന്നത് കറക്റ്റായി തിരിച്ച് ബുക്കിലോട്ട് പകർത്തി എഴുതുവാനുള്ള കഴിവ്, ഒരു പീരീഡ് കറക്റ്റായി ശ്രദ്ധിച്ച് കേട്ടിരിക്കുവാനുള്ള കഴിവ്, ഇതെല്ലാം ഒരു കുഞ്ഞിന്റെ ഓക്യുപേഷനായി നമ്മൾ കണക്കാക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഒരു കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് അവരുടെ ഗ്രാസ്പ് കറക്റ്റ് ആക്കാനായിട്ടുള്ള പല ആക്ടിവിറ്റീസിലൂടെ അവർക്ക് ബോറടിക്കാതെ അവർ കളിയിലൂടെ പല ആക്ടിവിറ്റീസിലൂടെ അവരുടെ ഗ്രാസ്പ് കറക്റ്റ് ചെയ്യാനും അവരുടെ സിറ്റിംഗ് ടോളറൻസ് ഇംപ്രൂവ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡിങ് കാപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഇങ്ങനെ പോകുന്നു പലതരത്തിലുള്ള അവരുടെ കോഗ്നിറ്റീവ് ലെവലിലുള്ള ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരുന്നതിനായി ഒരു ഓക്യുപേഷൻ തെറപ്പിസ്റ്റിന് കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അവസാനമായി, എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ഏരിയയാണ് സമൂഹവുമായി കുഞ്ഞുങ്ങൾ ഇടപഴകുന്നത്. കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ എങ്ങനെ ഇടപഴകുന്നതല്ലേ? ഒരു പബ്ലിക് യൂട്ടിലിറ്റി യൂസ് ചെയ്യുമ്പോൾ, അതായത് ഒരു ബസ്സിൽ കയറുന്നത്, റോഡ് ക്രോസ് ചെയ്യുന്നത്, ഇതെല്ലാം സമൂഹമായുള്ള ഇടപഴകൽ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്, കുടുംബത്തിലെ റിലേറ്റീവ്സുമായുള്ള ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്, റിലീജിയസ് ആയ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നത്, ഇതെല്ലാം സമൂഹവുമായി ഇടപഴകുന്നതാണ്. ഇവിടെയെല്ലാം കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതെല്ലാം മനസ്സിലാക്കി ചെയ്യേണ്ടത് ഒരു കുഞ്ഞിന്റെ കടമയാണ്. അതൊരു ഓക്യുപേഷനിൽ പെടുന്നതാണ്. അതുപോലെ മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യുന്നത്, മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കുന്നത്, ഇരുന്ന് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം വരെ ആ കുഞ്ഞ് ഇരുന്ന് അത് അറ്റൻഡ് ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം ആ കുഞ്ഞുങ്ങളിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഓരോ ഏരിയാസിലും കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പാരന്റ്സിന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനെ ആദ്യമായി സമീപിക്കേണ്ടതാണ്. അവരുടെ ഒരു കറക്റ്റായ അസസ്മെന്റിലൂടെ അവർ ഒരു ഓക്യുപേഷൻ തെറപ്പിസ്റ്റിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ഓക്യുപേഷൻ തെറപ്പിസ്റ്റിന്റെ സഹായം തേടേണ്ടതാണ്. ഒരു ഓക്യുപേഷൻ തെറപ്പിസ്റ്റിന് ഈ ഏരിയയിലെല്ലാം കുഞ്ഞുങ്ങളെ എത്രമാത്രം അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അവരെ ഇൻഡിപെൻഡന്റ് ആക്കാം, സ്വയം പര്യാപ്തരാക്കാം എന്നുള്ളത് പ്രാവീണ്യം നേടിയിട്ടുള്ളവരാണ്. അതിനാൽ ഒരു ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് മാത്രം വിചാരിച്ചാൽ കുഞ്ഞുങ്ങളുടെ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരുന്നത് എളുപ്പമല്ല. ഒരു ഓക്യുപേഷൻ തെറപ്പിസ്റ്റും അതുപോലെ തന്നെ പാരന്റ്സും തമ്മിലുള്ള കൂട്ടായ പ്രവർത്തനമാണ് ആ കുഞ്ഞിലെ
ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ കൊണ്ടുവരുന്നത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരുവാനുള്ള അതിനായി കറക്റ്റായ ട്രീറ്റ്മെന്റ് പ്ലാനിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ കുഞ്ഞ് സമൂഹത്തിലും അവരുടെ ദൈനംദിന ജീവിതത്തിലും സ്വയം പര്യാപ്തരാക്കാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇതിനായി വൺ ഓഫ് ദി ബെസ്റ്റ് റീഹാബിലിറ്റേഷൻ സെന്ററായ ഹീലിയസ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്.